നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ധനുരാശി 2026 മെയ് മാസത്തിൽ ധനുരാശിയുടെ രാശിയാധിപനായ വ്യാഴം 7ാം ഭാവത്തിൽ നിന്ന് സ്വന്തം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ശാരീരിക ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെങ്കിലും 4ാം ഭാവത്തിലെ മെയ് 11 വരെയുള്ള ശനി കുജബന്ധം, ശേഷം ശനിയുടെ കണ്ടകശനി ഫലം ഇവയെല്ലാം നിങ്ങൾക്ക് കാലുവേദന, ജോയിൻസ് പെയിൻ, നടുവേദന എന്നിവയുണ്ടാക്കാം. യാത്രകൾ കുറയ്ക്കുക, സുഖമായി ഉറങ്ങാൻ ശ്രമിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക. 5ാം ഭാവാധിപനായ ചൊവ്വ 4ാം ഭാവത്തിൽ മെയ് 11 വരെ പാപയോഗത്തോടു കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. ശേഷം സ്വന്തം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. മെയ് 11 ശേഷം ചൊവ്വയുടെ സ്വക്ഷേത്രസ്ഥിതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തൻ്റെ ഇടവും കഴിവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ 5ാം ഭാവത്തിലെ രവി ബുധ യോഗം വിദ്യാർത്ഥികൾക്ക് അറിവും വിവേകവും നൽകുന്നു. ഇത് എക്സാമിനുകളിലും ഇൻ്റർവ്യൂകളിലും വൻപിച്ച നേട്ടങ്ങൾ നൽകുന്നു. ഹയർ എഡ്യൂക്കേഷന് പോകാൻ അവസരം നൽകുന്നു. കർമ്മഭാവാധിപനായ ബുധൻ്റെ 5ാം ഭാവത്തിലെ സ്ഥിതി മാർക്കറ്റിംഗ്, ഓൺലൈൻ ബിസിനസ്സുകൾക്ക് വളരെ അനുകൂല സ്ഥിതി ഉണ്ടാക്കും. മെയ് 14 വരെയാണ് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അനുകൂല സമയം. 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ബിസിനസ്സുകാർക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും വളരെ പ്രയോജനം വർദ്ധിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ ശ്രേഷ്ഠമായ സമയം തന്നെയാണ്. വിദേശ ബിസിനസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. പ്രണയിക്കുന്നവർ അനാവശ്യമായി സംസാരത്തിന് വഴിയൊരുക്കരുത്. പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകണം. ദമ്പതികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് പ്രയാസങ്ങളില്ലാതെ വിവാഹം തീരുമാനിക്കാൻ കഴിയും. നിത്യവും ഗണപതി ഭഗവാന്റെയും ശാസ്താവിൻ്റെയും കീർത്തനങ്ങൾ ജപിക്കുക.